നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് 2020 ലോകകപ്പ് നേടിക്കൊടുത്ത സൂപ്പർ താരം സഞ്ജു സാംസൺ അവസാനം പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ നേട്ടം, ഈ ലോകകപ്പ് കിരീടം നേടിയത് ഒരു സ്വപ്നമായി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2024 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് മുതൽ അതിനുവേണ്ടി ഞാൻ ശ്രമം തുടങ്ങി. ആ ശ്രമത്തിന് ലഭിച്ച അംഗീകാരമാണ്, ശ്രമത്തിന് ലഭിച്ച ഫലമാണ് ശ്രമത്തിന് ഉണ്ടായ റിസൾട്ടാണ് ഇപ്പോൾ ഈ കിരീടം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയ്ക്ക് ശേഷം എൻ്റെ സ്വപ്നങ്ങൾ തകർന്നിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാനാകെ തകർന്നു പോയിരുന്നു. എന്നാൽ ദൈവത്തിന് മറ്റ് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികളാണ് ഇപ്പോൾ വിജയിച്ചത് എന്ന് സഞ്ജു സാംസൺ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, 1-2 മാസങ്ങളായി ഞാൻ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു, നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു, നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. അദ്ദേഹത്തെക്കാൾ വലിയൊരു ലെജൻഡിനെ നമുക്ക് കിട്ടാനുണ്ടോ എന്നെ ഗൈഡ് ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൂടുതലൊന്നും നമുക്ക് ആഗ്രഹിക്കാനില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഗൈഡൻസിനേക്കാൾ കൂടുതലായി ഒന്നും ആഗ്രഹിക്കാനില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് സഞ്ജു പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ സച്ചിൻ്റെയൊക്കെ ഗൈഡൻസിൻ്റെ ഫലമാണ് ഇപ്പോഴത്തേത് എന്ന് സഞ്ജു പറയാതെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ എനിക്കിത് ആഘോഷിക്കണം, ഈ നേട്ടം എനിക്ക് ആഘോഷിക്കണം. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം, ഇപ്പോഴത്തെ ഈ നേട്ടത്തിൻ്റെ ആ പൊലിമയിൽ നിന്ന് താഴേക്ക് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു പക്ഷേ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കംബാക്സ് ഇൻ ക്രിക്കറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയേണ്ടി വരും. ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിലൊന്നാണ് സഞ്ജു സാംസൺ നടപ്പിലാക്കിയത്. ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളിലേക്ക് ഏകാഗ്രതയോടെ, ഒരേ മനസ്സോടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ലക്ഷ്യം നേടാനാകും എന്ന് തന്നെയാണ് സഞ്ജു തെളിയിച്ചിരിക്കുന്നത്. ഇത് സഞ്ജുവിൻ്റെ ലോകകപ്പാണ്. 2026 2020 ലോകകപ്പ് സഞ്ജു സാംസൻ്റെ ലോകകപ്പാണ്. അദ്ദേഹം അത് പൂർണ്ണമായും ആവോളം ആഘോഷിക്കട്ടെ, ആസ്വദിക്കട്ടെ.